US-ഇന്ത്യ തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്കാണ് അധികവും പണി കിട്ടുന്നത്. ഇന്ത്യയിൽ നിന്നും വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി അമേരിക്കയിൽ എത്തിയവർക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രംപ് പണി കൊടുക്കുന്ന വിവരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തു വരുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ത്യയിലെ US എംബസി വിസ ഉടമകൾക്ക് കർശനമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. US വിസയുടെ നിബന്ധനകളും അമേരിക്കയിൽ താമസിക്കുന്നതിനുള്ള അംഗീകൃത കാലയളവ് മാനിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയും ഏതെങ്കിലും ലംഘനം വിസ റദ്ദാക്കലിനും നാടുകടത്തലിനും ഇടയാക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ US വിസയുടെ നിബന്ധനകളെയും യുണൈറ്റഡ് സ്റ്റേറ്റിൽ താമസിക്കുന്നതിനുള്ള അംഗീകൃത കാലയളവിനെയും ബഹുമാനിക്കുക. നിങ്ങളുടെ I-94 അഡ്മിറ്റ് അൻഡിൽ ഡേറ്റ് കഴിഞ്ഞും യുണൈറ്റഡ് സ്റ്റേറ്റിൽ തുടരുന്നത് വിസ റദ്ദാക്കൽ, നാടുകടത്തൽ, ഭാവി വിസകൾക്ക് യോഗ്യതയില്ലായ്മ തുടങ്ങിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും. അധികകാലം താമസിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റിൽ യാത്ര ചെയ്യാനോ പഠിക്കാനോ ജോലി ചെയ്യാനോ ഉള്ള നിങ്ങളുടെ കഴിവിനെ ശാശ്വതമായി ബാധിച്ചേക്കാമെന്ന് X എന്ന പോസ്റ്റിൽ US എംബസി വ്യക്തമാക്കി. തിങ്കളാഴ്ച ജോർജിയയിലെ 14ാമത് ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള കോൺഗ്രസ് വനിത മാർജോറി ടെയ്ലർ ഗ്രീൻ Xലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു, അമേരിക്കൻ ജോലികൾക്ക് പകരം ഇന്ത്യൻ H-1B വിസകൾ നൽകുന്നത് അവസാനിപ്പിക്കുക. ഒബാമ, ബൈഡൻ, നിയോകോൺ, ഉക്രൈൻ റഷ്യ യുദ്ധത്തിന് ധനസഹായവും ആയുധങ്ങളും അയക്കുന്നത് നിർത്തുക. വൻതോതിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യ നൽകുന്ന താരിഫ് അമേരിക്ക ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും തിങ്കളാഴ്ച പറഞ്ഞ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ പ്രസ്താവനയെ പരാമർശിക്കുന്നതിനിടെയാണ് അവരുടെ പരാമർശങ്ങൾ. മോസ്കോയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയുടെ ഭൂരിഭാഗവും വലിയ ലാഭത്തിന് തുറന്ന വിപണിയിൽ വിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ വൻതോതിൽ റഷ്യൻ എണ്ണ വാങ്ങുക മാത്രമല്ല, വാങ്ങിയ എണ്ണയുടെ ഭൂരിഭാഗവും ഓപ്പൺ മാർക്കറ്റിൽ വലിയ ലാഭത്തിന് വിൽക്കുകയും ചെയ്യുന്നു. റഷ്യൻ യുദ്ധതന്ത്രം ഉക്രൈനിൽ എത്ര പേരെ കൊല്ലുന്നുണ്ടെങ്കിലും അവർക്ക് പ്രശ്നമില്ല. ഇക്കാരണത്താൽ ഇന്ത്യ USA നൽകുന്ന താരിഫ് ഞാൻ ഗണ്യമായി ഉയർത്തും. ഈ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചതിന് നന്ദി. ദേശീയ താൽപര്യത്തെ അടിസ്ഥാനമാക്കി ഊർജ്ജ നയം നടപ്പിലാക്കാനുള്ള പരമാധികാരത്തെ ഇന്ത്യ പ്രതിരോധിച്ചു. അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും വിമർശനങ്ങൾക്കിടയിലും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള രാജ്യത്തിന്റെ തീരുമാനത്തെ വിദേശകാര്യ മന്ത്രാലയം തിങ്കളാഴ്ച ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്തു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി ആവശ്യകതയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കൂടാതെ ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് പ്രവചനാതീതവും താങ്ങാനാവുന്നതുമായ ഊർജ്ജ ചെലവ് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ഇത്. ഇന്ത്യയുടെ വ്യാപാര നയത്തിനെതിരായ വിമർശനത്തെ ന്യായീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചു. ദേശീയ താൽപര്യങ്ങളും സാമ്പത്തിക സുരക്ഷയും സംരക്ഷിക്കുന്നതിന് ഇന്ത്യ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അതേസമയം ട്രംപ് ഭരണകൂടം അടുത്തിടെ കൊണ്ടുവന്ന കർശനമായ വിസ നിയന്ത്രണങ്ങളെ തുടർന്നാണ് ഈ സംരംഭം. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും പുതിയ നിർദ്ദേശപ്രകാരം നിരവധി വിസ പുതുക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ മുഖാമുഖ അഭിമുഖങ്ങൾ ആവശ്യമാണ്. ഇത് മുൻ ഇളവുകൾ ഇല്ലാതാക്കുന്നു. കൂടാതെ വിസ ഡൈവേഴ്സിറ്റി ലോട്ടറി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്ക് അവരുടെ പൗരത്വമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള നിലവിലെ പാസ്പോർട്ടുകൾ ഉണ്ടായിരിക്കണമെന്ന് വകുപ്പ് നിർദ്ദേശിച്ചിട്ടുമുണ്ട്. വിസ ബോണ്ട് ആവശ്യകത വിസ വെയ്യർ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെ ഒഴിവാക്കും. കൂടാതെ വ്യക്തിഗത അപേക്ഷാ വ്യവസ്ഥകളെ അടിസ്ഥാനമാക്കി സാധ്യമായ ഇളവുകൾ ലഭ്യമാക്കുമെന്ന് AP റിപ്പോർട്ട് പറയുന്നു. ഈ താൽക്കാലിക അന്തിമ നിയമത്തിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് 12 മാസത്തെ വിസ ബോണ്ട് പൈലറ്റ് പ്രോഗ്രാം ആരംഭിക്കുന്നതിനായി പ്രഖ്യാപിച്ചു. ബിസിനസിനോ വിനോദത്തിനോ വേണ്ടിയുള്ള താൽക്കാലിക സന്ദർശകരായി വിസയ്ക്ക് അപേക്ഷിക്കുന്ന വിദേശികൾ ഉയർന്ന വിസ ഓവർസ്റ്റേ നിരക്കുകൾ ഉള്ളതായി വകുപ്പ് തിരിച്ചറിഞ്ഞ രാജ്യങ്ങളിലെ പൗരന്മാർ, സ്ക്രീനിംഗ് വെറ്റിംഗ് വിവരങ്ങൾ കുറവാണെന്ന് കണക്കാക്കുന്നവർ, അല്ലെങ്കിൽ നിക്ഷേപത്തിലൂടെ പൗരത്വം വാഗ്ദാനം ചെയ്യുന്നവർ, താമസ ആവശ്യകതയില്ലാതെ പൗരത്വം നേടിയ വിദേശികൾക്ക് പൈലറ്റ് പ്രോഗ്രാമിന് വിധേയമാകാം. കോൺസുലാർ ഓഫീസർമാർ നിർണ്ണയിക്കുന്നത് പോലെ വിസ നൽകുന്നതിനുള്ള ഒരു വ്യവസ്ഥയായി കവറേജ് ലഭിച്ച കുടിയേറ്റേതര വിസ അപേക്ഷകരോട് 15,000 വരെ ബോണ്ട് പോസ്റ്റ് ചെയ്യാൻ കോൺസുലാർ ഓഫീസർമാർ ആവശ്യപ്പെടാം. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.